നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇന്റർ മയാമി സിൻസിനാറ്റിയോട് പൊട്ടിത്തകർന്നത് ഏകപക്ഷീയമായ 3 ഗോളുകൾക്കാണല്ലോ. കളി കഴിഞ്ഞപ്പോൾ മറ്റൊരാശങ്ക കൂടി ഇന്റർ മയാമിയുടെ ആരാധകർക്ക്. ലിയോ മെസ്സിക്ക് പരിക്കുണ്ടോ? അദ്ദേഹത്തിന് അടുത്ത കളി കളിക്കാൻ കഴിയില്ലേ? അതോടൊപ്പം തന്നെ ഉസ്താരിയുടെ പരിക്ക് എങ്ങനെയുണ്ട്? ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളാണ്. ഉസ്താരി ഒരു 10-25 മിനിറ്റ് ആകുമ്പോഴേക്കും പരിക്ക് പറ്റി പുറത്തു പോവേണ്ടി വന്നു. അതും മയാമിക്ക് തിരിച്ചടിയാണ്. മികച്ച ഗോൾ കീപ്പറാണല്ലോ ഉസ്താരി. ഏതായാലും ഇപ്പോൾ ലിയോ മെസ്സിയുടെ കാര്യത്തിൽ ഹാവിർ മഷ്റാനോ ഒരു കൺഫർമേഷൻ തന്നിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത് ലിയോ മെസ്സിക്ക് ഒരു ചെറിയ നോക്ക് കിട്ടിയെന്ന് മാത്രമേ ഉള്ളൂ. പ്രശ്നങ്ങളൊന്നുമില്ല. അദ്ദേഹം വിത്തൗട്ട് ഇഷ്യൂ ആണ് മാച്ച് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. സോ ലിയോ മെസ്സി ഈസ് ഓക്കെ, ഫൈൻ. അതേസമയം ഫാറ്റീഗ് ഒരു കീ റോള് ഇന്നത്തെ പരാജയത്തിൽ വഹിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം തുറന്നു പറയുന്നുണ്ട്. കാരണം നിരന്തരം കളിക്കുകയാണ് താരങ്ങൾ. പിന്നെ കുറേ ആളുകൾ പരിക്കിൻ്റെ പിടിയിലുള്ള സ്ക്വാഡ് വെച്ച് മുന്നോട്ട് പോകണം. അത് തന്നെ ചിലരെ ഇറക്കാൻ മഷ്റാനോ തയ്യാറാകുന്നുമില്ല. നമുക്ക് വേറെ ഡിസ്കസ് ചെയ്യേണ്ട വിഷയമാണ്. അപ്പോൾ ഫാറ്റീഗ് ഒരു വിഷയമായിട്ടുണ്ട് എന്ന് അദ്ദേഹം സമ്മതിക്കുന്നു. എന്നാൽ ഉസ്താരിയുടെ ഇഞ്ചുറിയെക്കുറിച്ച് കൂടുതൽ അപ്ഡേറ്റുകൾ വന്നിട്ടുമില്ല. മയാമിയുടെ അവസ്ഥ ഒരർത്ഥത്തിൽ പരിതാപകരമാണ്. കാരണം ഒരുപാട് താരങ്ങൾ പരിക്കേറ്റ് പുറത്താണ്. ആ കൂട്ടത്തിലേക്കാണ് ഉസ്താരി കൂടി പോകുന്നത്. ഓൾറെഡി നോഹലൻ ഹാംസ്ട്രിങ് ഇഞ്ചുറി പുറത്താണ്. ഡ്രേക്ക് കലണ്ടർ ഹെർണിയ കാരണം പുറത്താണ്. ഇയാൻ ഫ്രേ അഡക്ടർ ഇഞ്ചുറി കാരണം പുറത്താണ്. അതുപോലെ ബാൽസാർ റോഡ്രിഗസ് ഹാംസ്ട്രിങ് ഇഞ്ചുറി കാരണം പുറത്താണ്. യാനിക് ബ്രൈറ്റ് ഹാംസ്ട്രിങ് ഇഞ്ചുറി. ഗോൺസാലോ ലുയാൻ ഹാംസ്ട്രിങ് ഇഞ്ചുറി. അലൻ ഒബാൻഡോ ഹാംസ്ട്രിങ് ഇഞ്ചുറി. ഡേവിഡ് റൂയിസ് ഹാംസ്ട്രിങ് ഇഞ്ചുറി. ഇങ്ങനെ പരിക്കിൽപ്പെട്ട് വലയുകയാണ്. ആ കൂട്ടത്തിലാണ് ഇപ്പോൾ ഉസ്താരി കൂടി വരുന്നത്. എന്നാൽ മെസ്സിയുടെ കാര്യത്തിൽ ആശ്വസിക്കാം. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.